മാത്യു ക്രിക്കറ്റിന്റെ സകല സൗന്ദര്യങ്ങളും നിറഞ്ഞു നിന്ന ഷോട്ട. യെസ്, പറഞ്ഞതുപോലെ രാജേഷ് ആകാശത്തിലേക്ക് പറത്തിവിടുന്നു. രാജേഷ് നേരിട്ടത് 6 പന്തുകൾ, നേടിയത് 2 സിക്സുകളും 2 ഫോറുകളും. വീണ്ടും കൈകളിൽ തട്ടി 6ലേക്ക്. തുടരെ 2 അവസരങ്ങൾ ഒരു ബാറ്റർക്ക് ലഭിക്കുന്നു. രണ്ടാമത്തെ അവസരം നഷ്ടപ്പെടുത്തുമ്പോൾ ആ പന്ത് ചെന്ന് പതിക്കുന്നത് 6ലേക്ക്. തിരിച്ചെത്താൻ സാധിക്കുമോ അഖിൽ പ്രകാശനിലൂടെ? ബിഗ് ഷോട്ട് 6ലേക്ക്. സ്ട്രൈക്കിൽ അഖിൽ ഭാസ്കർ. ഒരു ഫുൾ ടോസ് ബോൾ. അഖിൽ ഭാസ്കർ പവർഫുൾ ഷോട്ട്. 6ലൂടെ സ്കോർ 20ലേക്ക്. 1 ഓവറും 2 പന്തും പിന്നിടുമ്പോൾ what a catch. റിവഞ്ചിന്റെ വിക്കറ്റ്. 6 അടിച്ച തൊട്ടടുത്ത പന്തിൽ വിക്കറ്റ് നേടിക്കൊണ്ട ക്രീസിലെത്തുന്നു ന്യൂ ബാറ്റർ തൊയ്യിബ്. ആദ്യ സെമി ഫൈനൽ മത്സരം ഗുരുവായൂർ പ്രീമിയർ ലീഗ് സീസൺ 1. ഒരു ഫുൾ ടോസ് ബോൾ ഫീൽഡർ. what a catch. 2 വിക്കറ്റുകൾ തുടരെ നഷ്ടമാകുന്നു. ചലഞ്ചേഴ്സ് പട്ടികല സെക്കൻഡ് ഓവറിൽ വിക്കറ്റുകൾ നേടിക്കൊണ്ട് ആധിപത്യം ഉറപ്പിക്കുന്നു. ക്രീസിലെത്തുന്നു ന്യൂ ബാറ്റർ സിറാജ്. വീണ്ടും ഫീൽഡർ. ഫീൽഡർ അത് കൈകൾ ഒതുക്കിയതാണ്, പക്ഷേ ബൗണ്ടറിക്ക് പുറത്തേക്ക് പോകുന്നു. അജുവിന്റെ ബൗളിംഗിൽ ഈ ഓവറിൽ 2 വിക്കറ്റുകൾ നേടിയിരുന്നു. 3ാമത്തെ വിക്കറ്റിനുള്ള അവസരം, പക്ഷേ നല്ലൊരു എഫേർട്ട് തന്നെയായിരുന്നു. ബൗണ്ടറി ലൈനിൽ കൈകൾ ഒതുക്കിയതുമാണ്. ബാലൻസ് തെറ്റി റോപ്പ് കടക്കുന്നു. നേരിട്ട് ആദ്യ ബോൾ തന്നെ 6 നേടിക്കൊണ്ട് സിറാജ്. ഓവറിൽ അവസാന ബോൾ. ക്ലിയർ ഷോട്ട്. 2ാമത്തെ അവസരത്തിൽ യാതൊരു പഴുതും നൽകാതെ സിറാജ് നേരിട്ട് 2 പന്തുകളും 6ലേക്ക് പറത്തിക്കൊണ്ട സ്കോർ 32ലേക്ക്. ഇനി ശേഷിക്കുന്നത് 18 പന്തുകൾ. ആവേശത്തിന്റെ സെമി ഫൈനൽ മത്സരം. ഗുരുവായൂർ പ്രീമിയർ ലീഗിന്റെ ആദ്യ സെമി ഫൈനൽ മത്സരം. ചലഞ്ചേഴ്സ് പട്ടികര വേഴ്സസ് ഡിഫൻസ് ഇരിങ്ങാപ്പുറം. 2 ഓവർ പിന്നിടുമ്പോൾ 2 വിക്കറ്റ് നഷ്ടത്തിൽ ഡിഫൻസ് 32 റൺസ്. സ്ട്രൈക്കിൽ മാത്യു. ക്രിക്കറ്റിന്റെ സകല സൗന്ദര്യങ്ങളും നിറഞ്ഞു നിന്ന ഷോട്ട. ബ്യൂട്ടി. ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ 50ലൂടെ ടീമിനെ സെമിയിലേക്ക് നയിച്ച ബാറ്ററാണ് മാത്യു. ആ പ്രകടനം ഇവിടെയും ആവർത്തിക്കുന്നു. ചലഞ്ചേഴ്സിന് വേണ്ടി ബൗളിംഗ് തുടരുന്നു ഷാഹി. ഡോട്ട് ബോൾ. What a comeback. Dot ball. Brilliant bowling. Shahi. Umpire call no ball. രണ്ട് റൺസ് ഓടി പൂർത്തിയാക്കുന്നു. ഡിഫൻസിന് അനുകൂലമായ ഒരു ഫ്രീ ഹിറ്റ് ലഭിക്കുന്നു. ഫ്രീ ഹിറ്റ് ബോൾ. ഫ്രീ ഹിറ്റ് ബോളിൽ പക്ഷേ ഒരു സിംഗിൾ മാത്രമാണ് നേടാനാകുന്നത്. സ്ട്രൈക്കിലെത്തുന്നു സിറാജ്. UAE ടെന്നീസ് ക്രിക്കറ്റിലെ കരുത്തനായ യങ് പ്ലെയർ സിറാജ്. സ്ട്രൈറ്റിലേക്ക് ഒരു സിംഗിൾ മാത്രം.
മാത്യു. പക്ഷേ ഗ്രൗണ്ടിൽ തന്നെയാണ് ഫീൽഡർ. യെസ്, ബൗണ്ടറിയിൽ ക്യാച്ച് എടുത്തുകൊണ്ട് മൂന്നാമത്തെ വിക്കറ്റ് നഷ്ടമാകുന്നു. ചലഞ്ചേഴ്സ് തിരിച്ചെത്തുന്നു. ക്രിസിലെത്തുന്നു ന്യൂ ബാറ്റർ രാജേഷ്. സ്ട്രൈക്കിൽ സിറാജ്. 3 ഓവർ പിന്നിടുമ്പോൾ 3 വിക്കറ്റ് നഷ്ടത്തിൽ 43. ഇനി ശേഷിക്കുന്നത് 12 ബോളുകൾ മാത്രം. വാട്ട് എ ഷോട്ട്. പക്ഷേ ഫീൽഡർ സ്ട്രൈക്കിലെത്തുന്നു ന്യൂ ബാറ്റർ രാജേഷ്. അവസാന ഓവറുകളിൽ സിക്സറുകൾ അടിച്ചുകൂട്ടുന്ന ബാറ്റർ. ഒരു ഫുൾ ടോസ് ബോൾ ബൗണ്ടറിയിലേക്ക്. നേരിട്ട ആദ്യ ബോൾ തന്നെ 4 നേടിക്കൊണ്ട് രാജേഷ്. സ്കോർ 48. ബൗളിംഗ് തുടരുന്നു അഖിൽ. ഡോട്ട് ബോൾ വൈഡിന് വേണ്ടി ശക്തമായ അപ്പീൽ. ഇനി ശേഷിക്കുന്നത് 9 ബോളുകൾ. രാജേഷ് ഗ്രൗണ്ടിന് പുറത്ത് ലാൻഡ് ചെയ്യുന്നു. നേരിട്ട 3 പന്തിൽ 2 ബൗണ്ടറി നേടുന്ന ഒരു 6ഉം 4ഉം. സ്കോർ രാജേഷിന്റെ 6ലൂടെ 54. ഇനി ശേഷിക്കുന്നത് 8 പന്തുകൾ. ബ്യൂട്ടി. രാജേഷ് നേരത്തെ പറഞ്ഞതാണ്, അവസാന ഓവറുകളിൽ സ്കോർ ഉയർത്തുന്ന ഒരു ഹാർഡ് ഹിറ്റർ. ഓവറിൽ അവസാന ബോൾ. ഡോട്ട് ബോൾ മിസ്സായി പോകുന്നു. 4 ഓവർ പൂർത്തിയാകുമ്പോൾ 3 വിക്കറ്റ് നഷ്ടത്തിൽ 58. ഇനി ശേഷിക്കുന്നത് 6 പന്തുകൾ. ഗുരുവായൂർ പ്രീമിയർ ലീഗ് സീസൺ 1 ആദ്യ സെമി ഫൈനൽ മത്സരത്തിൻ്റെ ആദ്യ ഇന്നിങ്സിൻ്റെ അവസാന ഓവർ. ചലഞ്ചേഴ്സിന് വേണ്ടി 6 പന്തെറിയാനെത്തും. യെസ്, കരുതിയതുപോലെ തന്നെ അവസാന ഓവർ ബൗൾ ചെയ്യാനെത്തുന്നു സാലി തന്നെ പന്തെടുക്കുന്നു. സാലി ടു സിറാജ്. 4 പന്തിൽ 14 റൺസുമായി ബാറ്റിംഗ് തുടരുന്നു സിറാജ്. ഒരു കട്ട് ഷോട്ട്. ഫീൽഡർക്ക് മിസ്സായി പോകുന്നു. പന്ത് ബൗണ്ടറിയിലേക്ക്. ഒരു മിസ് ഫീൽഡ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ആ 4 റൺസിന് ഒരു പക്ഷേ റിസൾട്ട് വരുമ്പോൾ ഫൈനൽ പ്രവേശനത്തിനുള്ള വിലയുണ്ടാകും. കാത്തിരിക്കാം നമുക്ക്. വാട്ട് എ ഷോട്ട്. ഫീൽഡർ 2 റൺസ് ഓടി പൂർത്തിയാക്കുന്നു. ഹെലികോപ്റ്റർ സ്ട്രൈറ്റിലേക്ക്. ഒരു റൺ ഔട്ടിനുള്ള ചാൻസ് നഷ്ടപ്പെട്ടു പോകുന്നു. വീണ്ടും 2 റൺസ് ഓടി പൂർത്തിയാക്കുന്നു. വിക്കറ്റിനിടയിൽ മികച്ച ധാരണയിൽ കൃത്യമായ ഓട്ടത്തിലൂടെ നിർണായകമായ റൺസുകൾ നേടിയെടുക്കുന്നു സിറാജ് ആൻഡ് രാജേഷ് കൂട്ടുകെട്ട. ഒരു സിംഗിൾ മാത്രം. സാലി അവസാന ഓവറിൽ വളരെ കൃത്യമായ ബൗളിങ്ങുമായി 4 പന്തുകൾ എറിഞ്ഞു പോകുമ്പോൾ ഒരു ബൗണ്ടറി മാത്രമാണ് വഴങ്ങിയത്. അതും ഒരു മിസ് ഫീൽഡിലൂടെ മാത്രം. സംശയമേതുമില്ലാതെ നമുക്ക് വിളിക്കാം സാലിയെ ഡെത്ത് ഓവർ സ്പെഷ്യലിസ്റ്റ്. പക്ഷേ ഇനിയും 2 പന്തുകൾ ശേഷിക്കുന്നു. സ്ട്രൈക്കിലുള്ളത് രാജേഷാണ്. എന്തും സംഭവിക്കാം. യെസ്, പറഞ്ഞതുപോലെ രാജേഷ് ആകാശത്തിലേക്ക് പറത്തിവിടുന്നു. രാജേഷ് നേരിട്ടത് 6 പന്തുകൾ, നേടിയത് 2 സിക്സുകളും 2 ഫോറുകളും. ഫൈനൽ ബോൾ. സ്കോർ 73. ഒരു കട്ട് ഷോട്ട്. വാട്ട് എ ബാറ്റിംഗ്, വാട്ട് എ ഷോട്ട്.
What a finisher. രാജേഷ് നേരിട്ടത് 7 പന്തുകൾ നേടിയത് 27 റൺസ്. ടീം ടോട്ടൽ സ്കോർ 77. സിറാജ് രാജേഷ് കൂട്ടുകെട്ട നല്ലൊരു ടോട്ടൽ ഡിഫൻസിന് നേടിക്കൊടുക്കുന്നു. ആവേശത്തിൻ്റെ സെമി ഫൈനൽ മത്സരം ഒട്ടും മോശമല്ല. ചലഞ്ചേഴ്സ് പട്ടിക്കര ശക്തമായ ബാറ്റിംഗ് ലൈനപ്പുള്ള ടീമാണ്. കാത്തിരിക്കാൻ നമുക്കൊരു ആവേശത്തിൻ്റെ സെമി ഫൈനൽ മത്സരത്തിനായി. GPL സീസൺ 1 ആദ്യ സെമി ഫൈനൽ മത്സരം. ഡിഫൻസ് ഇരിങ്ങാപ്പുറം വേഴ്സസ് ചലഞ്ചേഴ്സ് പട്ടിക്കര. ആദ്യം ബാറ്റ് ചെയ്ത ഡിഫൻസ് നേടിയത് 3 വിക്കറ്റ് നഷ്ടത്തിൽ 77. വിജയലക്ഷ്യം 78. ചലഞ്ചേഴ്സ് പട്ടിക്കരയ്ക്ക് വേണ്ടി ഓപ്പൺ ചെയ്യുന്നു സാദിഖ് ആൻഡ് സാലി. ഈ ടീമിനെ സെമിയിലേക്ക് എത്തിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച കളിക്കാരനാണ് സാദിഖ്, ബൗളിംഗ് കൊണ്ടും ബാറ്റിംഗ് കൊണ്ടും. ഡിഫൻസിന് വേണ്ടി ആദ്യ ഓവർ ബൗൾ ചെയ്യാനെത്തുന്നു അഖിൽ ഭാസ്കർ. സ്ട്രൈക്കിൽ സാദിഖ്. നേരിട്ട് ആദ്യ ബോൾ. ഒരു അനായാസ ക്യാച്ച്. സെമി ഫൈനൽ മത്സരത്തിൽ പറയാതെ വയ്യ. ക്യാച്ച് ഡ്രോപ്പ്, മാച്ച് ഡ്രോപ്പ്, അതും സാദിഖിനെ പോലത്തെ ഒരു പ്ലെയർ. വീണ്ടും കൈകളിൽ തട്ടി 6ലേക്ക്. തുടരെ 2 അവസരങ്ങൾ ഒരു ബാറ്റർക്ക് ലഭിക്കുന്നു. രണ്ടാമത്തെ അവസരം നഷ്ടപ്പെടുത്തുമ്പോൾ ആ പന്ത് ചെന്ന് പതിക്കുന്നത് 6ലേക്ക്. കൃത്യമായൊരു ഫീൽഡിംഗ്. 2 റൺസ് ഓടി പൂർത്തിയാക്കുന്നു. 3 പന്തുകൾ പിന്നിടുമ്പോൾ സ്കോർ ബോർഡിൽ വിക്കറ്റ് നഷ്ടം കൂടാതെ 8. ഡോട്ട് ബോൾ. കൃത്യമായ ബൗളിംഗുമായി അഖിൽ ഭാസ്കർ. വീണ്ടും ഒരു അവസരം. ഫീൽഡർ യെസ്. 3ാമത്തെ അവസരത്തിൽ സിറാജിന്റെ കൈകൾ ഭദ്രമാകുന്നു അഖിൽ ഭാസ്കറിന് അർഹിച്ച വിക്കറ്റ് എന്ന് പറയാം. 2 അവസരങ്ങളാണ് വിട്ടുകളഞ്ഞത്. 3ാമത്തെ അവസരത്തിൽ ആദ്യ ഓവറിൽ തന്നെ അതും നിർണായകമായ വിക്കറ്റ്. സാദിഖിന്റെ വിക്കറ്റ് നേടിയെടുക്കുന്നു. ഡിഫൻസിന് വേണ്ടി അഖിൽ ഭാസ്കറിന്റെ ബൗളിങ്ങിൽ സിറാജ് ക്യാച്ച് എടുത്തുകൊണ്ട് ക്രീസിലെത്തുന്നു ന്യൂ ബാറ്റർ ഉവൈസ്. വിക്ടറി 11 വേണ്ടി ഒരുമിച്ച് കളിച്ച കളിക്കാർ, പക്ഷേ ഇന്ന് നേർക്കുനേർ. അഖിൽ ഭാസ്കർ ടു ഉവൈസ്. നേരിട്ട് ആദ്യ ബോൾ സ്ട്രൈറ്റിലേക്ക്. ഫീൽഡിംഗ്. ഡോട്ട് ബോൾ. അഖിൽ ഭാസ്കർ ആദ്യ ഓവറിൽ വെറും 8 റൺസ് മാത്രം വിട്ടുകൊടുത്ത ഒരു വിക്കറ്റും നേടിയെടുക്കുന്നു. ഇനി വിജയത്തിലേക്ക് വേണ്ടത് 24 പന്തിൽ 70 റൺസ്. ബൗൾ ചെയ്യാനെത്തുന്നു മാത്യു. സ്ട്രൈക്കിൽ സാലി. ഫീൽഡ് ചെയ്യുന്നു രൂപേഷ്. കൃത്യമായൊരു ഫീൽഡിംഗ്. ഒരു സിംഗിൾ മാത്രം. വാട്ട് എ ത്രോ. സ്ട്രൈക്കിലെത്തുന്നു ഉവൈസ്. ബ്രില്യന്റ് ബൗളിംഗ് മാത്യു. വാട്ട് എ ഫീൽഡിംഗ്. ഒരു സിംഗിൾ മാത്രം. മാത്യുവിൻ്റെ കൃത്യമായ ബൗളിംഗ്. ആദ്യ ഓവറിൽ അഖിൽ ഭാസ്കറിൻ്റെയും വളരെ നല്ല രീതിയിലുള്ള ബൗളിംഗ് ഉണ്ടായിരുന്നു. ഒരു ടീമിന് വേണ്ടത് എന്താണോ അത് നൽകുന്നു ആദ്യ ഓവറുകൾ എറിയാനെത്തിയ ബൗളേഴ്സ്. വീണ്ടും ഒരു സിംഗിൾ മാത്രം. 10 പന്തുകൾ പിന്നിടുമ്പോൾ സ്കോർ ബോർഡിൽ വെറും 12 റൺസ് മാത്രം. ഇനി വിജയത്തിലേക്ക് വേണ്ടത് 66 റൺസ്. ശേഷിക്കുന്നത് 20 ബോളുകൾ മാത്രം. ഒരു ബിഗ് ഷോട്ട് ശ്രമിക്കുന്നു മാത്യു. നഷ്ടപ്പെട്ടു പോകുന്നു. സ്വന്തം ബൗളിങ്ങിൽ ക്യാച്ച് എടുത്തൊരു വിക്കറ്റ് നേടാനുള്ള അവസരം നഷ്ടപ്പെട്ടു പോകുന്നു. ശ്രമമുണ്ടായിരുന്നു, പക്ഷെ സാധ്യമാകുന്നില്ല മാത്യുവിന്. സെക്കൻഡ് ഓവറിന്റെ അവസാന ബോൾ.
Brilliant. Excellent. The real all-rounder. ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും ടീമിന് വേണ്ടി അത്യുജ്വല പ്രകടനം കാഴ്ചവെക്കുന്നു മാത്യു. ബോൾ ചാനത്തുന്നു തൊയ്യബ്. മത്സരത്തിലേക്ക് തിരിച്ചു വരാനുള്ള നിർണായക ഓവറാണിത്. ഇരു ടീമുകൾക്കും നിർണായകം ഈ ഓവർ. സ്ട്രൈക്കിലുള്ളത് ഉവൈസ്. ആദ്യ ബോളിൽ തന്നെ തൊയ്യബ് വിക്കറ്റ് നേടിയെടുക്കുന്നു. വിക്കറ്റ് കീപ്പറുടെ കൈകളിലേക്ക് എത്തിച്ചുകൊണ്ട് രണ്ടാമത്തെ വിക്കറ്റും. 2 ഓവറും 1 പന്തും പിന്നിടുമ്പോൾ 2 വിക്കറ്റ് നഷ്ടത്തിൽ 13. ക്രീസിലെത്തുന്നു ന്യൂ ബാറ്റർ അഖിൽ പ്രകാശൻ. തൊയ്യബിന്റെ ബൗളിങ്ങിൽ ഗൗര് ക്യാച്ച് എടുത്തുകൊണ്ട് രണ്ടാമത്തെ വിക്കറ്റ് നഷ്ടമായിരുന്നു ചലഞ്ചേഴ്സിന്. നുജൂബിന്റെ കൃത്യമായ ഫീൽഡിംഗ്. ഒരു സിംഗിൾ മാത്രം. സ്ട്രൈക്കിൽ സാലി. ബ്രില്യന്റ് ബൗളിംഗ്. ഡിഫൻസിന്റെ ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ പന്തുകൾക്ക് മറുപടി നൽകാൻ കഴിയാതെ ചലഞ്ചേഴ്സ് ബാറ്റേഴ്സ് 15 പന്തുകൾ എറിഞ്ഞു പോകുമ്പോൾ സ്കോർ ബോർഡില്ല വെറും 15 റൺസ് മാത്രം. വിലപ്പെട്ട 2 വിക്കറ്റുകളും നഷ്ടമായിരിക്കുന്നു. തിരിച്ചെത്താൻ സാധിക്കുമോ അഖിൽ പ്രകാശനിലൂടെ? ബ്രില്യന്റ്. ശക്തമായ റപ്പീൽ. ഡോട്ട് ബോൾ. ബിഗ് ഷോട്ട്. 6ലേക്ക് അഖിൽ പ്രകാശൻ. ഒരു സിംഗിൾ മാത്രം. 3 ഓവർ പൂർത്തിയാകുമ്പോൾ 2 വിക്കറ്റ് നഷ്ടത്തിൽ 22. ഇനി വിജയത്തിലേക്ക് വേണ്ടത് 58 റൺസ്. ശേഷിക്കുന്നത് 12 പന്തുകൾ. അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് മുന്നേറാൻ ചലഞ്ചേഴ്സിന് സാധിക്കുമോ? ബോൾ ചാനത്തുന്നു സിറാജ്. അമ്പയർ കോൾ വൈറ്റ്. ബ്രില്യന്റ്. വാട്ട് എ ബൗളിംഗ് സിറാജ്. UAE ടെന്നീസ് ക്രിക്കറ്റിൽ വളർന്നു വരുന്ന യുവതാരം ഓൾറൗണ്ടർ സിറാജ്. ഫീൽഡർ തൊയ്യബ് 2 റൺസ് ഓടി പൂർത്തിയാക്കുന്നു. ബിഗ് ഷോട്ട്. അഖിൽ പ്രകാശൻ. മത്സരം ഇനിയും അവസാനിച്ചിട്ടില്ല. നേടിയെടുക്കുന്നു നിർണായകമായ 4 റൺസ്. ഒരു സിംഗിൾ മാത്രം. വീണ്ടും സിറാജിന്റെ കൃത്യമായ ബൗളിംഗ്. ഒരു സിംഗിൾ മാത്രം. 3 ഓവറും 5 പന്തും പിന്നിടുമ്പോൾ 32 റൺസ് മാത്രമാണ് സ്കോർ ചെയ്യാൻ സാധിക്കുന്നത് ചലഞ്ചേഴ്സിന്. സിക്സിലേക്ക് റിവേഴ്സ് ഷോട്ടിലൂടെ അഖിൽ പ്രകാശൻ നേടിയെടുക്കുന്നു നിർണായകമായ 6 റൺസ്. 4-ാം ഓവറിന്റെ അവസാന ബോളിൽ 6 നേടിക്കൊണ്ട് അഖിൽ. പക്ഷേ ഇനി വേണ്ടത് 6 പന്തിൽ 40 റൺസ്. അവസാന ഓവർ എറിയാനെത്തുന്നു നജ്മൽ. വേണ്ട ചലഞ്ചേഴ്സ് വിജയിക്കണമെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിക്കേണ്ടിയിരിക്കുന്നു. ആര് മുന്നേറും ഫൈനലിലേക്ക് കത്തിരിക്കാം നമുക്ക്. സാലി. പക്ഷെ വളരെ കൃത്യമായി ഫീൽഡ് ചെയ്യുന്നു രാജേഷ്. ഇനി ശേഷിക്കുന്നത് 5 പന്തുകൾ. വേണ്ടത് 38 റൺസ്. പന്ത് ബൗണ്ടറിയിലേക്ക്. അഖിൽ പ്രകാശൻ ഒരു 4 നേടിയെടുക്കുന്നു.
ഇനി ശേഷിക്കുന്നത് 4 പന്തുകൾ. വേണ്ടത് 34 റൺസ്. What a bowling! പക്ഷേ കൃത്യമായൊരു ഷോട്ടിലൂടെ പന്ത് ബൗണ്ടറിയിലേക്ക് ഫീൽഡർ പിറകെ 2 റൺസ് ഓടി പൂർത്തിയാക്കുന്നു. ഡിഫൻസ് ഇടിങ്ങാപ്പുറം ഫൈനൽ ബർത്ത് ഉറപ്പിക്കുന്നു. Again! What a bowling! What a catch! What a catch! നജ്മുൽ അവസാന ഓവർ എറിയാനെത്തി. അഖിൽ പ്രകാശന്റെ വിക്കറ്റ് നേടിയെടുക്കുന്നു. ഇന്ത്യൻ ക്യാച്ച് എടുത്തുകൊണ്ട് ക്രിസിലെത്തുന്നു ന്യൂ ബാറ്റർ ബാദുഷാ. ഇനി ശേഷിക്കുന്നത് 2 ബോളുകൾ. നജ്മുൽ അവസാന ഓവറുകളിൽ വിക്കറ്റ് വെട്ടയുമായി നജ്മുൽ ഡിഫൻസിന് വേണ്ടി. ഗ്രൂപ്പ് തല മത്സരത്തിൽ എല്ലാ മത്സരങ്ങളും വിജയിച്ച സെമി ഫൈനലിലേക്ക് എൻട്രി ആയത് വെറുതെയല്ലെന്ന് തെളിയിക്കുന്ന പ്രകടനവുമായി ഡിഫൻസ് ഇരിങ്ങാപ്പുറം ചാമ്പ്യന്മാരുടെ കളി. അവസാന ബോൾ. ആദ്യ സെമി ഫൈനൽ മത്സരത്തിൽ 30 റൺസിന്റെ വിജയവുമായി ഫൈനലിലേക്ക് മുന്നേറുന്നു ഡിഫൻസ് ഇരിങ്ങാപ്പുറം. ഗ്രൂപ്പ് തലത്തിൽ എല്ലാ മത്സരങ്ങളും വിജയിച്ച് ഡയറക്റ്റ് സെമിയിലേക്ക് എൻട്രി ആയത് വെറുതെയല്ലെന്ന് തെളിയിക്കുന്ന പ്രകടനം ഈ സെമി ഫൈനൽ മത്സരത്തിൽ ഡിഫൻസ് ഇരിങ്ങാപ്പുറം. ചലഞ്ചേഴ്സ് പട്ടിക്കര സെമിയിൽ പുറത്തായെങ്കിലും ആശ്വസിക്കാം, അവർക്ക് ആദ്യ സീസണിൽ തന്നെ പല വമ്പന്മാരെയും അട്ടിമറിച്ചുകൊണ്ട് ശക്തമായ പോരാട്ടത്തിലൂടെ ആദ്യ സീസണിൻ്റെ സെമി ഫൈനൽ മത്സരം കളിച്ചാണ് മടങ്ങുന്നത് ചലഞ്ചേഴ്സ് പട്ടിക്കര. ഡിഫൻസ് ക്ലബിൻ്റെ ആധിപത്യം വീണ്ടും ഊട്ടിയുറപ്പിക്കുന്നു ഗുരുവായൂർ പ്രീമിയർ ലീഗിൻ്റെ ആദ്യ സീസണിൽ.